നമസ്കാരം. അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണിയും സംഘവും ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന കള്ളപ്പണ ഹവാല ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സംബന്ധിച്ചുള്ള പ്രത്യേക അന്വേഷണ പരമ്പര ഞങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത ഏകദേശം 30 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഈ വാർത്തയുടെ അടിയിൽ പ്രധാനമായിട്ടും വന്ന കമൻറ്റുകൾ ഇങ്ങനെയാണ്: എന്തൊക്കെയായാലും അച്ചയൻ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നില്ലേ, നിങ്ങളൊക്കെ 5 പൈസയുടെ ഉപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ടോണി അച്ചായൻ ചെയ്തിട്ടുള്ള ചില ഉപകാരങ്ങൾ, ചില ചാരിറ്റികൾ, അതിൻ്റെ ഉള്ളറകൾ ഞങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. അത്തരമൊരു വാർത്തയുടെ പരിശോധനയ്ക്കായി, അന്വേഷണത്തിനായി ഞങ്ങളൊന്ന് ചെങ്ങന്നൂർ വരെ പോകുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഈ കൊടുമഴയ്ക്ക് മൊത്തം ഞങ്ങൾ ടാർപ്പായിക്കാത്ത പട്ടി വിറച്ച് കിടക്കുന്ന പോലെ, അറിയാമോ? സുഖമില്ലാതെ ഞങ്ങളുടെ വലിക്കുവായാലും അത് കിടക്കും. ഇവർക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ ഇല്ലേ? ആണോ? ഞങ്ങള് കിടക്കുന്നിടോ ഇത് ഇവിടെ കിടക്കുന്ന ഞങ്ങള്. എന്താ ഞങ്ങളുടെ മറ അന്നും ഇതുപോലെ വന്നവർ കണ്ടിട്ട് പോയതാ. അല്ലെ വിളിച്ചിട്ട് ഈ അടുക്കള പണിയണ്ടേ, തട്ടല്ല അതിനകത്തല്ലേ, ഈ കട്ടളയും വെച്ച് അടുക്കളയും പണിയണ്ടേന്ന് പറഞ്ഞപ്പോ എനിക്ക് നിങ്ങളുടെ കാര്യം തന്നെയല്ല നോക്കണ്ടേ, പൈസ തന്നെയെന്ന് പറഞ്ഞെന്ന്. എന്റെ പൈസ ഉണ്ടാകണമെന്ന്. അഖിലോ അവരാരെങ്കിലും വന്നു കഴിഞ്ഞാലോ ചേച്ചി അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കോ കരയോ ശ്വാസം മുട്ടലുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. നേരെ ഫോണിലെടുക്കുക, പോലീസ് സ്റ്റേഷൻ നമ്പറിൽ വിളിക്കുക. ഇല്ല എന്നോ ഇനി ഇവന്റെ പേരിലുള്ള കടക്കാരോ അങ്ങനെ വേറെ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ എന്റെ ദൈവത്തിനാണ് സത്യം, എന്റെ ഗുളിക വിട്ടിട്ടുണ്ട്, അത് മൊത്തം എടുത്ത് ഞാൻ കഴിക്കത്തേ ഉള്ളൂ. എനിക്ക് പറ്റത്തില്ല കാര്യം. ഇവര് കാരണം കട ഒപ്പിച്ച് വെച്ചേക്കുവാക്കളെ. താമസിക്കാൻ ഒരു വീടില്ല, ഇവര് കാരണം ഇത്രയും കടവാക്കി. ചെങ്ങന്നൂർ എടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഫെബ്രുവരി 5 ടോണി അച്ചായൻ്റെ പേജിൽ നിന്നും വന്ന ഒരു വാർത്തയുണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്. അമ്പിളി എന്ന് പറയുന്ന സ്ത്രീയും ഭർത്താവും വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ. അവർ ഒരു വീട് വെക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുന്നു, അവരുടെ മരുന്നിനും മറ്റ് ചിലവിനും വേണ്ടി വലിയ ബുദ്ധിമുട്ടുന്നു എന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോയുടെ ഏറ്റവും അവസാനം 8 ലക്ഷം രൂപ ഇവർക്ക് വീട് നൽകാനും 2 ലക്ഷം രൂപയുടെ ചികിത്സയ്ക്കും വേണ്ടി ടോണി അച്ചായൻ നൽകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളത് അമ്പിളി ചേച്ചി ഇപ്പം നമുക്കൊപ്പം ഉണ്ട്. അമ്പിളി ചേച്ചി നമ്മളോട് പറയാം. അമ്പിളി ചേച്ചി, അതിനുശേഷം എന്താണ് ഉണ്ടായത്? ഈ ടോണി അച്ചായന് ഈ വന്ന് നമുക്ക് ഫെബ്രുവരി 5 വീഡിയോ കണ്ടേക്കുന്നത്. ആ വീഡിയോ ഫെബ്രുവരിയിലാണോ വന്ന് ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ മുമ്പാണോ? ഫെബ്രുവരിയിലായിരിക്കും അദ്ദേഹം ഇട്ടിരിക്കുന്നത്, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഫെബ്രുവരി 5 ഇട്ടേക്കുന്നത്. ജനുവരിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആണോ? അപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇത്രയും നാളായി ഈ വീട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ വീട് എനിക്ക് സുഖമില്ലാതെ ചേട്ടൻ പണിയുന്ന വീട്ടിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ മേടിച്ചുകൊണ്ട് പോയി. ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ വന്ന് എനിക്ക് സുഖമില്ലാതായി. പിന്നോൽ ഇന്നാൾ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കോട്ടയത്ത് ഞങ്ങൾ ചെല്ലുന്നത്. അങ്ങനെ അവിടെ അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്ത് അപ്പൊ അഖിലെന്ന് പറയുന്ന ആളാ. അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മാനേജറാണെന്നാ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞ് എന്റെ അപേക്ഷ അവിടെ മേടിച്ചു വെച്ചു. കുറച്ച് ദിവസം ഇവര് വരാതിരുന്നപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെങ്ങന്നൂരോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു, അച്ചായൻ ഇന്ന് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ചേച്ചി അവിടെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് അദ്ദേഹം ഉൾപ്പെടെ കണ്ടിട്ട് പോയാണ് ഈ തറ ഞാൻ പണിതിട്ടിരിക്കുന്നത്. അത് അന്ന് ഈ വീടിന്റെ ഇപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള ഈ ഭിത്തിയൊന്നും വെച്ചിട്ടില്ല, തറ മാത്രമേ. തറ പണിതിട്ടിരിക്കുവാണ്. അച്ചായൻ വരുമ്പോഴും കണ്ട ഒരു സംഭവമാണ് ഈ തറ പണിതിട്ടിരിക്കുന്നത്. ഈ തറ പണിയാൻ വേണ്ടി നമുക്ക് എവിടെ നിന്നായിരുന്നു അന്ന് പൈസ ഉണ്ടായിരുന്ന? ലൈഫിന്റെ അകത്തായിരുന്നു. അതിനകത്ത് നിന്ന് എനിക്ക് 40 രൂപ കിട്ടിയതാണ്. ലൈഫ് മിഷന്റെ പദ്ധതിന്റെ സംസ്ഥാന സർക്കാരിന് 40 രൂപ കിട്ടിയതാണ്. അപ്പൊ ആ സ്കീമിന്റെ കഴിഞ്ഞു, ഭരണം മാറിയപ്പോ പിന്നെ അതിൽ നിന്നൊന്നും കിട്ടാനില്ല. അപ്പോഴങ്ങനെ പറഞ്ഞ അത് കഴിഞ്ഞാണ്. 40,000 രൂപയ്ക്കാണോ തറ കിട്ടിയത്? അല്ല, വേറെ കടം മേടിച്ചു. 40,000 രൂപയ്ക്ക് തീരത്തില്ല കടം. 4 ലോഡ് കല്ല വാനം വെട്ടി ഇറക്കി കഴിഞ്ഞപ്പോ ഒരു ലോഡ് കല്ലിന് 9,500 രൂപയാ. അവിടുന്ന് ചുമ്മി ഇവിടെ കൊണ്ടുവരുന്നതിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഇതിന് 1 ലക്ഷം രൂപയ്ക്ക് ചെല്ലുവാനുമായി തറ കെട്ടിയപ്പോ തന്നെ. അപ്പൊ ഈ അച്ഛൻ വന്ന് കാണുത്തരം ഈ ലൈഫിന്റെ അകത്ത് കിട്ടിയ വീടിന്റെ അകത്ത് കെട്ടി ഇട്ടേക്കുമായിരുന്നു.
കിട്ടിയായിരുന്നു. എന്നിട്ട് അവര് നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപന്റെ ചെക്ക് തന്നു. 10 ലക്ഷം രൂപയുടെ ചെക്ക് തന്നിട്ട് ചെങ്ങന്നൂര് എന്നീ ചെക്ക് ഞങ്ങൾ മാറി. പിറ്റേ ദിവസം ആരെങ്കിലും കൂടെ വന്നോ? വന്നു. അച്ചായന്റെ കൂടെയുള്ള അഖിലെന്ന് പറയുന്ന ആളും വേറെ ഒരു ഇച്ചിരി വണ്ണമുള്ള ഒരു കറുത്തിട്ടുള്ള ഒരു പയ്യനും കൂടെ വന്നത്. ആ പയ്യനും കൂടെ കാറേ വന്ന് ചെങ്ങന്നൂര് എന്ന് ചെക്ക് അവിടെ മേളിൽ ഒരു സ്ത്രീയുടെ കയ്യിലാണ് കൊടുത്തത്. അവരന്നേരം ചെക്കും കൊണ്ട് വരാൻ താമസിച്ചു. പിറ്റേ ദിവസം പിന്നെ ചെക്ക് മാറാൻ പറ്റിയേ. ആ ചെക്കും മാറി ഈ തറക്കകത്ത് വന്നിട്ട് 8 ലക്ഷം രൂപ അഖിലാണ്. അപ്പം അവരെന്തോ ഒരു പേപ്പർ എടുത്ത് വായിച്ച് കാണിച്ചു. ഇതുപോലെ ഇന്ന ആൾക്ക് ഇത്ര രൂപ മംഗലത്ത് വീട്ടിൽ വെച്ച് കൊടുത്ത് മംഗലം താമസിക്കുന്ന അമ്പിളി രാജപ്പൻ എന്ന് പറയുന്ന ആളിന് വീട് വെക്കാൻ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് അച്ചായന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് വായിച്ച് ഏൽപ്പിച്ച് അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടില്ല. ഒപ്പിടിച്ച് ഒപ്പ് പിടിച്ച പേപ്പറുമായിട്ടാണ് ഈ അഖിലെന്ന് പറയുന്ന ആള് പോയത്. എന്റെ കയ്യിൽ അതിന്റെ കോപ്പി തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ പൈസ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് അന്നേരം തന്നെ ഈ 10 ലക്ഷം ഞാൻ മേടിച്ച് എന്റെ കൈ വെച്ചിട്ട് അഖിലെന്നെ 2 ലക്ഷം രൂപ തന്നു. അച്ചായം 2 ലക്ഷം രൂപ ചേച്ചിന്റെ കയ്യിലേക്ക് തന്നു. ഇത് മരുന്നിനും ആഹാരത്തിനും ഉള്ള പൈസയാന്ന് പറഞ്ഞു. ഈ 8 ലക്ഷം വന്ന് മേടിച്ചിട്ട് സോജപ്പൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് കവർ തരാൻ അഖില് കൊണ്ടുവന്ന ആളാ. ചങ്ങനാശ്ശേരില്ല വീടെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. സോ ഈ അച്ചായന്റെ വീട് പണിത് കൊടുക്കുന്നത് ഇതുപോലുള്ള ആൾക്കാരെ നിർത്തിയാ ചെയ്യുന്നെന്നും പറഞ്ഞു. അങ്ങനെ ഈ പൈസയും മേടിച്ചോണ്ട് അന്ന് ഇവിടെ നീ സോജപ്പം പോയി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് പണി എന്നുള്ള ഒരു ഇതിന് ഇവിടെ വരുന്നത്. നിങ്ങൾ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞ് ഇവിടുന്ന് പലരെയും ഞങ്ങൾ വിളിച്ചു. ഈ ഭിത്തിയെന്ന് ഈ തറയെന്ന് ഇവിടം വരെ പുള്ളി കെട്ടിവെച്ചു. അത്രയും കെട്ടിവെച്ചു. ഇത് ആ പുള്ളി തന്നെ ഏൽപ്പിച്ച പല മേശരിമാരുടെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. അവർക്ക് അത്രയും പേർക്കും പൈസ കൊടുക്കാനുള്ളവരാണ്. അവരിവിടെ വരുമ്പോ സോജപ്പം വരത്തില്ല. ഒരാൾക്ക് 8,000 കൊടുക്കാനുണ്ട്, ഒരാൾക്ക് 6,000 കൊടുക്കാനുണ്ട്. ഇപ്പൊ ഈ തട്ടിന്റെ എല്ലാം കൂടെ വേറെ 13,000 കൊടുക്കാനുണ്ട്. അഖിലിനെ വിളിച്ചപ്പോഴും പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ അല്ലേ എനിക്ക്. ഇതിനകത്ത് വോയിസ് കിടപ്പുണ്ട് എന്റെ ഫോണിനകത്ത്. ഞാൻ ചുമ്മാ കള്ളമൊന്നും അല്ല പറയുന്നത്. ഇവര് പറയുന്ന എല്ലാ വോയിസും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു, നിങ്ങളുടെ കാര്യം തന്നെ അല്ലേ എനിക്ക് ചെയ്യണ്ടേ. എനിക്ക് പലരുടെ കാര്യമുണ്ട്, എനിക്ക് എന്റെ വീട്ടിലെ കാര്യമുണ്ട്. ഞാൻ സുഖമില്ലാതെ കിടക്കുക. ചിലപ്പം പറയാം അവർ ആശുപത്രിയിലാന്ന് പറയും. ചേച്ചി ഞാൻ പറയും, കുഞ്ഞെ എനിക്കിത് വാർത്ത് തരണം. ചേച്ചി അന്ന് കരഞ്ഞു വിളിച്ചു ഞങ്ങളുടെ അരികെ യാചിച്ചു വന്നപ്പോ ചേച്ചി വാർത്ത് തരണമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ ചേച്ചി എന്നെ ഇത്ര വലിയ അഹങ്കാരം എടുക്കുന്നേ എന്ന് എന്നോട് ചോദിച്ചു. വീട് വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോ വാർക്കാതെയുള്ള വീടാണോ അവരെ ഉദ്ദേശിച്ചത്? അച്ചായൻ പറഞ്ഞിട്ടുണ്ട് വാർക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് പദ്ധതി പാസ്സായതിൽ നിന്ന് തറ കെട്ടിയ വീട് ഈ ജസ്റ്റ് ഈ കല്ല് വെക്കൽ എന്നുള്ള പണി മാത്രമാണ് അവര് ചെയ്തത്. ആര്? ഈ ഇവരുടെ അച്ചായന്റെ ടീം. ഇത് മാത്രം ഇതാ ഞങ്ങൾ ചെയ്ത ഈ കട്ട മാത്രമേ അവൻ കെട്ടിയിട്ടുള്ളൂ. കല്ലുവെക്കല് കട്ടവെക്കല് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ഇത് വാർത്തിട്ടതും പിന്നെ ഈ കക്കൂസിന്റെ പണി ഞങ്ങളെ പൈസയ്ക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അവിടെ ഒരു കക്കൂസ് ചെയ്തതിന്റെ ഇതിൽ 1000 രൂപയാണ് ടോണി അച്ചായന്റെ പൈസയിൽ അവൻ തന്നിരിക്കുന്നത്. 1000 രൂപ. 10.5 അടി താഴ്ചയിൽ ഒരു കക്കൂസ് കുഴിക്കുന്നതിന് 1000 രൂപ മതിയാമോനെ. ഇത് ഞാൻ വേറൊരാളെ കൊണ്ട് ഇപ്പൊ കെട്ടിച്ചതാ ഇന്നലെ ഇന്നുമായിട്ട്. ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ മോനെ, അത് അമ്പലവാ. ഞാനാ ഈ ക്ലോസറ്റ് വാങ്ങിച്ചേ. സോജപ്പം പറഞ്ഞേക്കുന്ന അച്ചായൻ അത് പറഞ്ഞിട്ടില്ല. ഞാനും ചേട്ടനും കൂടെ കൂടിയാ കുഴിയെടുത്തെ. ഞാനും ചേട്ടനും കൂടെ വയ്യാതെ സായി എന്നുള്ള പറയുന്ന ആളുമായിട്ട് വീഡിയോ ചെയ്തതിന് ശേഷം 30 ചാക്ക് സിമെന്റും എടുത്ത് അവൻ ആ കമ്പി വിറക്കി. ഈ 8 ലക്ഷം രൂപ ഇന്ന് ഇപ്പൊ ഞാൻ അവനെ വിളിച്ചായിരുന്നു. അതായത് 30 ചാക്ക് സിമെന്റും കല്ല് എത്ര കല്ലുണ്ടാവും എല്ലാം കൂടെ? അതെനിക്ക് അറിയത്തില്ല കളെ കട്ട എത്ര കെട്ടുണ്ടാവും. പിന്നെ അവിടെ മിറ്റില് ഇതിനുള്ള മിറ്റില് എല്ലാം കൂടെ ഒരു 1 ലക്ഷം രൂപ പണി എടുത്തോ? 1.5 ലക്ഷം രൂപ കൂട്ടിക്കോക്കളെ. 1 ലക്ഷം രൂപ ചായ തന്നേത്തെ 1.5 പോട്ട് 2 ലക്ഷം കൂട്ടിക്കോ നീ. ബാക്കി 6 ലക്ഷം രൂപ എന്തേ? ഞങ്ങളെ എന്തിനാ കരുവാക്കുന്നേ? ഞങ്ങളെ കരുവാക്കിട്ട് നിങ്ങൾക്ക് ഈ പൈസ വേണം എടുത്താ പോരായിരുന്നോ? ഈ അഖിലെന്ന് പറഞ്ഞ ആളെന്നോട് പറഞ്ഞ് നിങ്ങൾ മുടിഞ്ഞു പോകുന്നള്ളെന്ന്. ഞാൻ അവരോട് പൈസ ചോദിച്ചപ്പോ ഇത് വാർക്കാന് 75,000 രൂപ അവര് വേണമെന്ന് പറഞ്ഞു. ഇത് വാർക്കാന് ആ പൈസ ഞാനാ കൊടുത്തേക്കുന്നേ.
അല്ലാതെ അവരിത് വാർക്കത്തില്ലെന്ന് പറഞ്ഞു. ചേച്ചി എവിടുന്നാ കൊടുത്തേ? ഞാനും ചേട്ടനും വയ്യാത്ത അന്നേരം അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് അഖിലിവിടെ വന്നേച്ച് ചോദിച്ചു, നിങ്ങളെ വേറെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എവിടെന്നേലും കിട്ടുന്നുണ്ടോ? നിങ്ങൾ കരഞ്ഞു വിളിച്ച് വന്ന് പറഞ്ഞോ ഒന്നും അല്ലായിരുന്നല്ലോ. എനിക്ക് ഇപ്പം ഈ ഇരിക്കുന്ന എൻ്റെ മണ്ണാണ് സത്യം. എനിക്കാരും വേറെ എങ്ങും സഹായിച്ചിട്ടില്ല, ഒരു ചാരിറ്റി. എന്നെ ചാരിറ്റിക്കാരാണ്ട് സഹായിച്ചിട്ടാണ് ഞാനിത് വാർത്തേക്കുന്നത്. ഇപ്പൊ മോനാണ് എന്നെ ഒന്ന് വിളിച്ചത്, എനിക്ക് അറിയത്തില്ലല്ലാതെ. കിടക്കുന്ന അവിടെ തന്നെ മക്കളെ, അല്ലാതെ വേറെ എവിടെ കിടക്കാനാ? ഇതുപോലെ എവിടെയാ കിടക്കുന്നത്? ഇതിനകത്താക്കളെ കിടക്കുന്നേ. ഇതിന്റെ അകത്തോ? ഇന്നത്തെ എവിടെയാ കിടക്കാൻ സ്ഥലം? ചേട്ടൻ അവിടെ കിടക്കും, ഞാനിത് കിടക്കും. ഇവിടെ കിടക്കുന്ന ഞങ്ങളുടെ കിടപ്പുറിയായി ഇത്രയും നാളായിട്ട് വാതലായി. ഇത് ഞങ്ങളുടെ സേഫ് ആയിട്ടുള്ള കണ്ടോ, ഞങ്ങള് കിടക്കുന്നിടോ ഇത്. ഇവിടെ കിടക്കുന്നത് ഞങ്ങള്. എന്താ ഞങ്ങളുടെ മറ. അന്നും ഇതുപോലെ വന്നവർ കണ്ടിട്ട് പോയതാ. അഖില് വന്നു ഇത് കണ്ടിട്ട് പോയതാ. ഈ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നേച്ച് 8 ലക്ഷം രൂപ അവന്മാരും കൊണ്ടുപോയച്ച് പിന്നെ അവന്മാരുടെ ആൾക്കാർ ഇവിടെ കയറി വന്ന് എന്നോട് ഗുണ്ടായുസം കാണിക്കുക. അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്നീ വീട് പണിത് തരണം. പൈസ വീട് പണിയാൻ പറ്റത്തില്ലെങ്കിൽ അവർ പൈസ എടുത്തു, വീഡിയോ തിരിച്ചിടണം. വീഡിയോ അവരെല്ലാം ഒഴിവാക്കണം. എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞവർ വീഡിയോ ഒഴിവാക്കണം. ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ചേച്ചി ഓൾറെഡി 10 ലക്ഷം വാങ്ങിച്ചു എന്നുള്ള രേഖയാണ് നാട് മുഴുവൻ അറിഞ്ഞിരിക്കുന്നത്. എല്ലാരും അത് വിശ്വസിച്ചു, ഞാനും അത് വിശ്വസിച്ചു. മോൻ ഇപ്പൊ വിശ്വസിച്ചപ്പോ കണ്ടോ, ഇവിടെ വന്നപ്പോ മോൻ കണ്ടോ ഈ അവസ്ഥ? മോൻ കണ്ടോ ഈ അവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത്. നാട്ടിൽ മുഴുവൻ 10 ലക്ഷം എന്റെ കയ്യിൽ കിട്ടി. ഞാനിവിടെ തെണ്ടും ഓരോ കാര്യത്തിന്. മോൻ അറിയാമോ? ഇന്നലെ ഞാൻ മരുന്ന് വാങ്ങിച്ച എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അറിയാമോ? 10 ലക്ഷം മേടിച്ച 2 ലക്ഷം രൂപ അച്ഛൻ എനിക്ക് മരുന്നിന് തന്നു. അത് ഞാൻ ആരോടെങ്കിലും മേടിച്ച് വേണേ അത് അവൻ്റെ കൊടുത്തേക്കാം. 10 ലക്ഷം തികച്ച് കൊടുത്തേക്കാം. പക്ഷെ ഈ വീട് വെച്ചതിൻ്റെ ഈ ഭിത്തിയുടെ ഇതിൻ്റെ എടുത്തേച്ച് ഒന്നെങ്കിൽ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ വീഡിയോ തിരിച്ചിടണം. വീഡിയോ ഇത് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വെച്ച് അവർ ഡിലീറ്റ് ചെയ്യണം. ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്താനോ ആൾക്കാരെയും കൊണ്ട് ഇവിടെ വരാനോ ഇനിയും പറ്റത്തില്ല. കാര്യം എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ശ്വാസം മുട്ടും. ഇവർ പോയി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിങ്ങേര് പൊക്കിയെടുത്ത് തന്നെ ആശുപത്രി കൊണ്ടുപോകും. എനിക്ക് വിഷമം ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. നമുക്ക് 5 സെന്റ്. നമുക്ക് പാവപ്പെട്ടവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കിട്ടിയ സ്ഥലമാണ് ഞങ്ങൾക്കിത്. സ്ഥലവും വീടും ഒന്നും ഇല്ലാത്തവർക്ക് മുനിസിപ്പാലിറ്റിക്കാർ കൊടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുവദിച്ചു തന്ന സ്ഥലമാണ് 5 സെന്റ്. ലൈഫിന്റെ ഇത് പ്രകാരം ആദ്യഘട്ടത്തിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോ സർക്കാർ മാറിയപ്പോ അവരും എങ്ങനെയും ചെയ്തു തരാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തെ മെമ്പർ. ഇപ്പൊ മെമ്പറൊക്കെ എന്താ പറയുന്നത്? അവര് ഞങ്ങളോട് ചോദിക്കുന്നത് ഈ 10 ലക്ഷം കിട്ടിയിട്ട് എന്തോ ചെയ്ത് ചേച്ചി, എന്താ വീട് പണി പൂർത്തീകരിക്കാത്ത, ചേച്ചിയുടെ കൈ പൈസ ഇല്ലേ? മോന്റെ വിചാരം എന്റെ ഉണ്ടെന്നല്ലേ? അവസ്ഥയെന്ന് ആലോചിച്ച് 10 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയെന്ന് നാടും ലോകം മൊത്തം വിചാരിക്കുന്ന ഇവരുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെന്ന്. കക്കൂസി പോണേ മെനിഞ്ഞാന്ന് വരെ ഞങ്ങൾ ഓട്ടോ പിടിച്ച്, സത്യം വൈറ്റ് വേദന എടുക്കുമ്പോ ഇവിടെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ചെങ്ങന്നൂര് പോകും ആശുപത്രിയില്. അറിയാവോ? സോജപ്പം കക്കൂസിന് കുഴിയെടുക്കാൻ 1000 രൂപ. 1000 രൂപ കൊണ്ട് കുഴി തീരുവോ? മോൻ പറ. മോൻ്റെ വീട്ടിൽ കക്കൂസില്ലേ? മോൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ ഇത് നിങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയി എന്നറിഞ്ഞാൽ ഉടനെ അഖിലിവിടെ വരും, അല്ല നാളെ വരും. മോനക്കായ ആരോഗ്യമുള്ള ആണുങ്ങളുമായിട്ട് ഇവിടെ കയറി വരും. നിങ്ങൾ ഇതെന്തിനാ ചെയ്യാൻ പോയേ? ഇനി വന്നു കഴിഞ്ഞാൽ അന്നേരം എന്നെ വിളിച്ചാൽ മതി. അറിയാവോ? വിളിച്ചാൽ മതി. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ബന്ധപ്പെടാം. അവരൊന്നേ ആ വീഡിയോ തിരിച്ചിടുക, വീഡിയോ ഡിലീറ്റ് ചെയ്യുക. എനിക്ക് നാണങ്ങേട് വയ്യ. നമ്മുടെ ഒരു സുഹൃത്ത്, പേര് പുറത്ത് പറയേണ്ടെന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. ഒരു സുഹൃത്ത് 20,000 രൂപ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കാം. ബാക്കി ഈ വീടിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാകേണ്ടതെന്നുള്ളത് അവരോട് പറഞ്ഞാൽ അവർ ഒരു
പരമാവധി മൊത്തമോ അല്ലെങ്കിൽ ഒരു തുകയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ ഇനി ചിലവാകും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം കണക്ക് പറയുവാണെങ്കിൽ അവർ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ, ശരി. ഇനി അവർ പൈസ തരില്ല, അത് തരില്ല, ഇത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ഈ സാധനങ്ങൾ ഇതൊന്നും ഇതിൻ്റെ അങ്ങനെ ഇല്ല. വേറെ ഇന്നത്തെ ചേച്ചിക്ക് വേറെ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞു. നമ്മൾ പച്ചക്കറി സാധനങ്ങളെല്ലാം കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അച്ചായൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പൈസയോ അവരുടെ സഹായമോ എനിക്ക് വേണ്ട. അത് ഞാൻ ഇതോടെ ഇവിടെ ത്യജിക്കുക. കാര്യം അവർ എൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന എമൗണ്ട് സോജപ്പനും അഖിലും എന്ന ആൾ എടുത്തോട്ടെ, എനിക്കത് വേണ്ട. ഞാനത് സ്വീകരിക്കാൻ ഇനി തയ്യാറല്ല. ചേച്ചിയുടെ പക്ഷേ പേരിൽ നിങ്ങളുടെ പേരിൽ ചെയ്ത വീഡിയോ അതൊക്കെ അവിടെ അത് എനിക്ക് ഡിലീറ്റ് ചെയ്ത് തരണം. അഖിലും സോജപ്പനും അച്ചായനും കൂടെ എനിക്കത് ഡിലീറ്റ് ചെയ്ത് തരണം. നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. എനിക്ക് ആ 10 ലക്ഷം കയ്യിലെത്തിയിട്ടില്ല എന്നുള്ളത് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇനി ഇതുപോലെ ആർക്കും ഒരു ഇതുണ്ടാവരുത്.